നമസ്കാരം. പിണറായിയുടെ മൂന്നാം സ്വപ്നം തകർന്നു. അഹങ്കാരികളായ കോൺഗ്രസിനെ തോൽപ്പിക്കും. കോൺഗ്രസിന്റെ ഭാവി ഇരുളടയുന്ന കാലമാണ് വരാനിരിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. ഇങ്ങനെയാണ് കോൺഗ്രസ് പോകുന്നത് എങ്കിൽ പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലം കേരളത്തിൽ ഒരു ഭരണമാറ്റം അന്തിമമായി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞതിന്റെ തെളിവാണ് എന്ന വിലയിരുത്തൽ സത്യത്തിൽ അസ്ഥാനത്താണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളിലെ കേരളത്തിന്റെ വോട്ടിംഗ് പ്രവണതകളും ഇത്തവണത്തെ കണക്കുകളും സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ ഫലം നിയമസഭയിൽ അതേപടി പ്രതിഫലിക്കുമെന്ന് കരുതാനാവില്ല. ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രാദേശിക ജനവിധിയുടെ കാരണങ്ങൾ സംബന്ധിച്ച് ഇരുമുന്നണികളുടെയും ധാരണകളും അവയുടെ അടിസ്ഥാനത്തിൽ LDFും UDFും കൈക്കൊള്ളുന്ന നടപടികളും തിരുവനന്തപുരത്തെ വിജയത്തെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ BJP ചെയ്യാൻ പോകുന്ന PR പണികളും ഒക്കെ നിർണായകമാണ്. സർക്കാർ രൂപീകരിക്കുവാനുള്ള സാധ്യത ഇടത് വലത് മുന്നണികൾക്കും അവരിൽ ആരുടെ സാധ്യതയിലും അങ്കലാപ്പുണ്ടാക്കാനുള്ള അവസരം BJPക്കും തുറന്നു കിടക്കുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രാദേശിക വോട്ടുകളെ മണ്ഡലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ള 2 കണക്കുകൾ പ്രകാരം നോക്കിയാൽ UDFന് ഒരു 80 സീറ്റുകൾ, LDFന് ഒരു 58 സീറ്റുകൾ, NDA ചിലപ്പോൾ ഒരു 2 സീറ്റുകൾ പിടിച്ചേക്കാം. പരിഗണിച്ച വാർഡ് തലത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന ഇനത്തിൽ വന്ന വോട്ടുകളെ കണക്കാക്കിയാലോ വ്യത്യാസമോ ചെറിയ ഏറ്റക്കുറച്ചിലുകളോ ഒക്കെ ഇതിനകത്തുണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മുൻപൊരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ BJP വോട്ടുകൾ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായിരിക്കും നിയമസഭയിൽ സംഭവിക്കാൻ പോകുന്നത്. 60 മണ്ഡലങ്ങളിൽ BJPക്ക് ഏകദേശം 20,000-നടുത്തോ അധികമോ വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. BJPക്ക് 30,000-ൽ മേൽ വോട്ടുള്ള 33 മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം. LDF UDF വ്യത്യാസം എന്ന് പറയപ്പെടുന്നത് 6,000-ൽ താഴെയുള്ള 20-ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് 30,000-ന് മുകളിലുള്ള വോട്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. UDFന് ഒരു 685 വോട്ടിന്റെ ലീഡുള്ള ഉദുമ മണ്ഡലത്തിൽ BJPക്ക് 22,277 വോട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. 2,781 വോട്ടിന്റെ ലീഡ് കാണിക്കുന്ന ബത്തേരിയിലും BJPക്ക് 28,827 വോട്ടുകൾ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക. BJPക്ക് 1,00,000-ന് മേൽ വോട്ടുള്ള ഏലത്തൂരിൽ LDFന്റെ ലീഡ് എന്ന് പറയപ്പെടുന്നത് 5,938 മാത്രമാണ് എന്നും മറക്കരുത്. അപ്പോൾ LDFന് 1,826 വോട്ടിന്റെ ലീഡ് നൽകുന്ന ചെങ്ങന്നൂരിൽ BJPക്കുള്ള വോട്ട് എത്രയാണെന്ന് അറിയാമോ? 40,000-ന് മുകളിലാണ്. അപ്പോൾ ഈ വോട്ടുകളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇത്തരം മണ്ഡലങ്ങൾ അതിനിർണായകമാകാൻ പോകുന്നു. സ്വന്തമായോ സഖ്യം ചേർന്നോ കേരളം ഭരിക്കാൻ BJPക്ക് കഴിയില്ല എന്നത് ഉറപ്പായിരിക്കെ മറ്റു 2 മുന്നണികളിൽ ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുവാൻ RSSന്റെ ഒറ്റ തീരുമാനം മതി. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് 40,000, 50,000, 30,000 അധികമുള്ള വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് BJPയുടെ കൈകളിൽ ഭദ്രമാണ്. അവർ തീരുമാനിക്കും ആര് കേരളം ഭരിക്കണമെന്ന്. LDFന് മേൽ 5% വോട്ട് ഷെയറിന്റെ മേൽക്കൈയുണ്ട്. ഇതാണ് UDFന്റെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. ശരിയാണ്, 5% സ്വിംഗ് എന്ന് പറയുമ്പോൾ വലിയ കാറ്റ് വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ള 5% കേരളത്തിൽ. പക്ഷേ മറ്റുള്ളവർ എന്ന കാറ്റഗറിയിലെ 13% അപ്പോഴും പിടികൊടുക്കാതെ ഇങ്ങനെ മാറി നിൽപ്പുണ്ട് എന്നുള്ളതാണ്. നിയമസഭയിൽ അത് എങ്ങോട്ടും അറിയാം. UDFന്റെ വിജയത്തിന് പിന്നിൽ ആ മുന്നണിയുടെ മികവോ പ്രവർത്തനങ്ങളോ ഒരു തരത്തിലും കാരണമായിട്ടില്ല എന്നുള്ളതാണ്. അവർ വോട്ടെടുപ്പ് ദിവസം പോലും അലമുണ്ടാക്കുകയായിരുന്നു. അവരുടെ നയസമീപനങ്ങളുള്ള ജനപ്രിയതയോ അവർ നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ അംഗീകാരമോ അല്ല തദ്ദേശ വിജയം എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത്. 100% ശരിയാണ്. കോൺഗ്രസിന്റെ മികവോ ലീഡർഷിപ്പോ ഒന്നും അല്ല. 10 വർഷത്തെ ഇടത് ഭരണത്തോടുള്ള ഒരു തരം മടുപ്പ്, അതിന്റെ പേരിൽ ഒരു മേൽക്കൈ UDFിൽ ഉണ്ടായി എന്ന് മാത്രമേ കരുതാനുള്ളൂ. പക്ഷെ അഹങ്കാരത്തിലേക്ക് തിരിഞ്ഞ കോൺഗ്രസുകാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അഹങ്കാരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസുകാരുടെ ഒരു യാത്ര. അവരെല്ലാം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു ചെറിയ വിജയം അതവരെ നിയമസഭയിലേക്ക് എത്തിക്കുമെന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട്. പല മേഖലകളിലും എറണാകുളത്തൊക്കെ ജയിച്ചവർക്ക് അവർ ചില നേതാക്കന്മാരുടെ കഴിവുകൊണ്ട് മാത്രം വിജയിച്ചതാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് ഈ നമ്മുടെ കോൺഗ്രസിന്റെ ഹൈബീഡിനെ പോലുള്ള നേതാക്കന്മാർക്ക് അവർ തന്നെയാണ് കരുതുന്നത് അവർക്കപ്പുറം ആരും ഇല്ല എറണാകുളം മണ്ഡലത്തിൽ. അവിടെ ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ട്.
ഏത് കുറ്റിച്ചുവിലിനെ കൊണ്ട് നിർത്തിയാലും പണ്ട് എ കെ ആന്റണി പറഞ്ഞ പോലെ വിജയിക്കാൻ പറ്റുന്ന ഇടമാണ് എറണാകുളം എന്നുള്ളത്. അവിടെ ഈ ഹൈബീഡിന്റെ ഒന്നും സ്വാധീനമൊന്നും ആർക്കും ആവശ്യമില്ല. നമ്മൾ കണ്ടതാണല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് അവിടെ നടന്നത് എന്നുള്ളത്. അതുപോട്ടെ. അപ്പോൾ അങ്ങനെ അഹങ്കാരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സമീപനം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല NSSന്റെ ആസ്ഥാനത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് അയാളെ കൈകൊടുക്കാതെ പോകുന്നത് ഓരോരുത്തരുടെ മര്യാദയും സംസ്കാരവും, അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരാളെ മുഖത്ത് നോക്കാൻ എന്താണ് ഇത്ര മടി? അയാൾ ചെയ്ത തെറ്റെന്താണ്? ഈ പറയുന്ന മഹാന്മാരെല്ലാം സദാചാരവാദികളാണോ? ഇവരെല്ലാവരും ഈ സദാചാരത്തിന്റെ അപ്പോസ്തലന്മാരാണോ? എന്നിട്ട് പറയൂ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറയുന്നതല്ലേ ശരി? അപ്പോൾ ഇതുപോലുള്ള പലതരത്തിലുള്ള രീതികളും പിന്തുടരുന്ന കോൺഗ്രസിന് അവരുടെ അഹങ്കാരമാണ്. രമേശ് ചെന്നിത്തലയെ പോലെയാണെങ്കിലും ഇപ്പോൾ പുതിയ ഒരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ അതിനകത്ത്. അതായത് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. ആരൊക്കെയാണത്? കെ സുധാകരൻ, മറ്റൊന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പഴയ കോൺഗ്രസ് സിംഹങ്ങളാണ്. ഇതെല്ലാം പല്ലുകൊഴിഞ്ഞ് വീട്ടിലിരിപ്പായിട്ട് വീണ്ടും അധികാര കൊതിയന്മാരായി മടങ്ങി വരികയാണ്. അപ്പോൾ ഏതോ ഒരു സ്ഥലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം ഇവർക്ക് വലിയ വിജയ സാധ്യത കൽപ്പിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കുപ്പായം തച്ചിറങ്ങുകയാണ്. മുഖ്യമന്ത്രി ആയാലോ, ചിലപ്പോൾ ആക്കിയാലോ എന്നൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ എന്തായാലും ഈ അഹങ്കാരത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ കോൺഗ്രസ്സുകാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. 2001 എ കെ ആന്റണിയുടെ വിജയത്തിന് ശേഷം വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു വിജയം നിയമസഭയ്ക്ക് അകത്ത് UDF നൽകിയിട്ടില്ല കേരളം. 2001 കോൺഗ്രസിനെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത അതേ ജനം 2004 വാജ്പേയി സർക്കാരിനെ താഴെ ഇറക്കാൻ മുന്നിട്ടിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. മലപ്പുറം ഉൾപ്പെടെ 18 ലോക്സഭാ സീറ്റുകൾ LDF നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2005 തദ്ദേശത്തിലും 2006 നിയമസഭയിലും അതേ നില തുടർന്നു. പക്ഷെ 2009 ലോക്സഭയിൽ എത്തിയപ്പോൾ കളം മാറ്റി ചവിട്ടുകയുണ്ടായി. അതിനിടയിൽ 2010 പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഫലം ഇന്നത്തേനേക്കാൾ UDF അനുകൂലമായിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും. തൊട്ടടുത്ത നിയമസഭയിൽ 100 സീറ്റിന്റെ ലീഡാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എന്നാൽ പിറവത്തും മണലൂരിലും 1000 വോട്ട് മറിഞ്ഞിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ. 1000 വോട്ടിന്റെയും 2 സീറ്റിന്റെയും 1% അടുത്ത വോട്ടിന്റെയും വ്യത്യാസത്തിലാണ് രണ്ടാം BS സർക്കാർ വരാതെ പോയതെന്ന്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് 72-68 എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക്. അതുകൊണ്ട് 2010-ഉം 2011 ഇത്തവണ ആവർത്തിക്കുന്നു എന്ന് പറയാനായിട്ടില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പ്രാദേശിക സമിതികളിലേക്കും സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടെ വോട്ട് ചെയ്യുന്ന ഏറ്റവും പൊളിറ്റിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ടറേറ്റ് ആണ് നമ്മുടേതെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ 2 പതിറ്റാണ്ടിന്റെ കണക്കുകൾ മാത്രം മതി. 2026 ഫലം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിനും CPM-നും ഒരുപോലെ പ്രധാനമാണ്. ചുരുങ്ങി രാഷ്ട്രീയ ആസ്ഥാനം ഫലത്തിൽ കേരളത്തിലേക്ക് മാറ്റിയ കോൺഗ്രസിന് ഇവിടെയും ഒരു തോൽവി ഉണ്ടായാൽ രാഷ്ട്രീയ പ്രസക്തി തന്നെ നഷ്ടമാകും. രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ലെജിറ്റിമസി നഷ്ടപ്പെടും. എന്നാൽ CPM തോറ്റാലോ ഇടതുപക്ഷത്തിന്റെ ചരിത്രം തന്നെ വഴിതിരിയുമെന്നുള്ളതാണ്. തോറ്റാൽ അരനൂറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് പോലും ഇടത് ഭരണം നിലവിലില്ലാത്ത ഒരവസ്ഥയാകും അടുത്ത മെയ് മാസത്തോടെ വന്നു ചേരുക എന്നുള്ളതാണ്. അതിനാൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വാശിയേറിയ മത്സരമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം സംശയത്തിന്റെ നിഴലിലായി. അതാണ് അവർ നേരിട്ട പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത്. മുസ്ലിം ജനസാമാന്യത്തിന്റെ ഒരു ശതമാനത്തിന്റെ പോലും പിന്തുണയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ അനുപാതം നോക്കാതെ അതിന് രാക്ഷസവൽക്കരിച്ചു. ജമാഅത്ത് എന്ന് പറയപ്പെടുന്ന ശുഷ്കജീവി ഇത്രയേ ഉള്ളൂ എന്നറിയുന്ന മുസ്ലിം സമുദായം അത് തങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടായി തന്നെ സംശയിച്ചു. അപരമത വിദ്വേഷം തെരുവിലാകെ തുപ്പി നടന്ന വെള്ളാപ്പള്ളി മുതലാളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി നവോത്ഥാനം നടപ്പാക്കിയപ്പോൾ അതോടുകൂടി ജനങ്ങൾ ഉറപ്പിച്ചു ഇവരിനി വേണ്ട എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധവും വെള്ളാപ്പള്ളി സ്തുതിയുമൊക്കെ വടക്ക് മുസ്ലിങ്ങളെ അകറ്റിയപ്പോൾ തെക്ക് ഹിന്ദു ഈഴവ വോട്ട് പകരം കിട്ടുമെന്ന കണക്കുകൂട്ടലുകൾ തന്നെ പാടെ തെറ്റി. ഇവിടെ നിന്നോ വന്ന എന്നോ സംഭവിച്ച ഒരു തകിട് മോഷണത്തിന്റെ പേരിൽ UDF-ഉം BJP-യും അഴിച്ചുവിട്ട വൻ പ്രചാരണങ്ങളിലെല്ലാം തകിടം മറിഞ്ഞു. ശരിക്കും അയ്യപ്പനുണ്ടെന്ന് അവിശ്വാസികൾക്ക് പോലും തോന്നും വിധം അയ്യപ്പ കോപമുണ്ടായി. AKG സെന്ററിന്റെ അടുക്കളപ്പുറത്ത് അധിക ഭക്ഷണം തേടി എത്തുന്ന CPM-ന്റെ സോഷ്യൽ മീഡിയ പെറുക്കിത്തീനികളുണ്ടല്ലോ, അവരൊക്കെ കരുതി വെച്ച കതിനകളൊന്നും തന്നെ പിന്നെ പൊട്ടിയില്ല എന്നുള്ളതാണ്. അത്രത്തോളം തരംതാണ് പോയ സമീപനങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഡിസംബർ 13 ആരുടെയും മേലുള്ള അന്തിമ വിധിയെഴുത്തല്ല, അതായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പുതിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ 2026 മെയ് മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെയും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെയും മേലുള്ള നിർണായക വിധിയെഴുത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂന്നാമതൊരു സ്വപ്നം കൂടി ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 3ാം പിണറായി സർക്കാർ.
ആ സർക്കാർ സ്വപ്നം കണ്ട് നടക്കുന്ന പിണറായിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിക്കണം. പിന്നെ മറ്റൊന്നുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങൾ നേടിയെടുത്ത ഈ സർക്കാർ വിരുദ്ധ നിങ്ങളുടെ രീതികൾ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിങ്ങൾക്ക് നല്ല പണി തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും അവർ നോട്ടമിട്ടിരുന്നത് കോൺഗ്രസിനെ തന്നെയായിരുന്നു. കോൺഗ്രസിന് ഒരു അവസരം കൂടി നൽകാം. പക്ഷെ ആ അവസരം അഹങ്കാരികളായിട്ടുള്ള കോൺഗ്രസ്സുകാരന്മാർ തുലയ്ക്കും. അവന്മാർക്ക് എത്താൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് എത്തുന്നു. കാരണം കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും അവസരവാദികളും ഒപ്പം തന്നെ അഹങ്കാരികളുമാണ്. തെറ്റ് ചെയ്യാത്തവരൊന്നും ഈ ഭൂമിയിലില്ല. എല്ലാവരും തെറ്റ് ചെയ്തവരാണ്, ആരും മഹാന്മാരല്ല. പക്ഷെ ഒരാൾ മാത്രം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ താറടിച്ചു കാണിക്കുകയും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി മാറ്റി നിർത്തുകയും ചെയ്യപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റുകൾ മറ്റാരും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അത് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല കാണിച്ച ആ ഒരു രീതി അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇതുപോലെ തന്നെയാണ് പല നേതാക്കന്മാരും, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഹൈബീഡ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ. വി ഡി സതീശൻ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ അംഗീകരിക്കാനാണ് കോൺഗ്രസിലെ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആ വി ഡി സതീശൻ ആ നൽകുന്ന പാതയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന രീതിയിലൂടെ മുന്നോട്ട് പോയാൽ അവർക്കെത്താൻ കഴിയും. പക്ഷെ അതിനുള്ള സമയവും സന്ദർഭവും മനസ്സും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് അടക്കമില്ല എന്നുള്ളതാണ്. പലർക്കും മുഖ്യമന്ത്രിയാകണം. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പല നേതാക്കന്മാരും കുപ്പായം തുന്നി കഴിഞ്ഞു, പുതിയ കുപ്പായം, മുഖ്യമന്ത്രിയുടെ കുപ്പായം. അതിനകത്ത് കെ സുധാകരനും എം എം ഹസനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ബി എം സുധീരനും അടക്കമുള്ള പഴയ പടക്കുതിരകൾ ഉണ്ട് എന്നുള്ളതാണ്. പഴയതെന്നല്ല, പുതുതായാലും തോൽക്കുമെന്ന് ഉറപ്പുള്ള നേതാക്കന്മാരെ പടിക്ക് പുറത്താക്കണം വി ഡി സതീശൻ. അല്ലെങ്കിൽ അതിന് കെൽപ്പുള്ള ഒരു KPCC നേതൃത്വം വേണം. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ജയിക്കാൻ കഴിയില്ല. കോൺഗ്രസ് നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ട്, വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ജനം തീരുമാനിച്ചാൽ മതി. അവർ തീരുമാനിച്ചാൽ നിങ്ങളും തോറ്റ് തൊപ്പിയിടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.